അങ്ങനെ നമ്മളിവിടെ ബ്രോഡ്വേയിൽ വന്നിട്ടാട്ടോ ഉള്ളത്. ആദ്യമായിട്ടാണ് ബ്രോഡ്വേൻ്റെ മുന്നിലോട്ട് തന്നെ കയറുന്നത്. അത്യാവശ്യം നല്ല തിരക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം ഒരു 7 മണി ആവാനായിട്ടേ ഉള്ളൂ. അതുകൊണ്ടാണ് വലിയ തിരക്കില്ലാത്തത്. കുറച്ചും കൂടെ കഴിഞ്ഞിട്ടാൽ നല്ല തിരക്ക് വരും. എന്നാലും ഉള്ളോട്ട് പോകും തോറും തിരക്ക് കൂടിക്കൂടി വരുന്നുണ്ട്. കുഞ്ഞി പിള്ളേരെ പോലെ ഉണ്ടാവും. അങ്ങനെ നമ്മൾ അവിടെ നിന്നൊരു ഒരു ഹെയർ ബാൻഡ് വാങ്ങി. നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. എല്ലാം നല്ല രസമുണ്ടായിരുന്നു. പക്ഷേ ഒന്നിന് തന്നെ നല്ല 50 രൂപേൻ്റെ വിലയുണ്ട് കേട്ടോ. അതുകൊണ്ട് ഒറ്റൊന്ന് മാത്രമേ ഇവിടെ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ. കാണാൻ എന്തൊരു ഭംഗിയാണ് കേട്ടോ. പിന്നെ തൊപ്പിയൊന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. നാളെ സെലിബ്രേഷൻ ഓഫേഴ്സും തരുന്നൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ് അറിഞ്ഞൂടാ. പിന്നെ ഒരു ഗിഫ്റ്റ് വാങ്ങാനുണ്ടായിരുന്നു. അപ്പോൾ എന്ത് ഗിഫ്റ്റ് കൊടുക്കും നല്ല ഡൗട്ടായിരുന്നു. ആളാരാന്നൊന്നും അറിയില്ല കേട്ടോ. നാളെ സെലിബ്രേഷൻ്റെ സമയം മാത്രമേ അറിയുള്ളൂ. അതുകൊണ്ട് ആളാരാന്നറിയാത്തതുകൊണ്ട് ഒരു യൂണിസെക്ഷലായ ഒരു ഗിഫ്റ്റ് വാങ്ങണമല്ലോ. അപ്പോൾ സാറിനാണോ മാമിനാണോ ആർക്കാന്ന് അറിഞ്ഞൂടല്ലോ. അതുകൊണ്ട് ഇങ്ങനെ ഒരു ഫാം ആൻഡ് ഹോം കണ്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ ആദ്യം ഒരു ഓട്ടം കേർട്ടൻസ് എടുക്കാൻ പോയിട്ടുണ്ടായിരുന്നല്ലോ ഇവിടെ. അപ്പോൾ അവിടെ കണ്ടപ്പോൾ വിചാരിച്ചു എന്നാൽ ഇതുപോലത്തെ കുഷ്യൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ വിചാരിച്ചു എന്നാൽ അതൊന്ന് വാങ്ങാമെന്ന്. അതാകുമ്പോൾ ആർക്ക് വേണമെങ്കിൽ നമുക്ക് ഗിഫ്റ്റ് ചെയ്യാമല്ലോ. അപ്പം ആ ഒരു ഇതിലാണ് അവിടെ കയറിയത്. അപ്പോൾ കണ്ടപ്പം അടിപൊളിയായി കേട്ടോ. ഈ സാധനം എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കണ്ടപ്പോൾ തന്നെ ഭയങ്കര ഇഷ്ടമായി. കാണുമ്പോൾ തന്നെ നല്ല രസമുണ്ട്. നമുക്ക് എന്തും ഗിഫ്റ്റ് കൊടുക്കാമല്ലോ. ഗിഫ്റ്റ് ഇന്ന സാധനമൊന്നും ഇല്ലല്ലോ. അപ്പം അവിടെ വന്നപ്പോൾ ഇതിഷ്ടമായതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്നാൽ ഇതന്നെ ഗിഫ്റ്റ് കൊടുക്കാമെന്ന്. അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ എനിക്കും പേഴ്സണലി ഒന്ന് വാങ്ങണമെന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഇപ്പം വാങ്ങുന്നില്ല, അത് പിന്നെ ഒരു ദിവസം വാങ്ങാം. പക്ഷേ ഇതിപ്പോൾ അടിപൊളിയായിട്ടുണ്ട്. അതുകൊണ്ട് ഇത് നമ്മളെടുത്തു. ഗിഫ്റ്റ് വാങ്ങിച്ചത് കേട്ടോ. നാളെ ക്രിസ്മസ് സെലിബ്രേഷനാണ്. അതുകൊണ്ട് ഗിഫ്റ്റ് വാങ്ങിച്ചതാണ്. ഇനി നമുക്ക് മറ്റേ ലൈറ്റ്സ് ഒക്കെ ഉള്ളിൽ അന്ന് രാവിലെ എടുത്തായിരുന്നു. ഇന്ന് രാത്രിയും കൂടെ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവിടെ പോയിട്ട് കാണാം. നല്ല തിരക്കാണ് ഇവിടെ. നല്ല തിരക്കാണ്. പക്ഷെ നല്ല ആൾക്കാരും എന്താ പറയുക, ഒരു ക്രിസ്മസ് ഈവൻ്റെ നല്ല ഇതുണ്ട്. അത് മറ്റേ ഇതൊക്കെയാ തോന്നുന്നു. എൻ്റെ ഫേവറേറ്റ് സ്ഥലം. അങ്ങനെ ഉള്ളോട്ട് നടക്കുന്തോറും തിരക്ക് കൂടിക്കൂടി വരികയാണ്. എനിക്ക് പെട്ടെന്ന് ഇത് കണ്ടപ്പോൾ നമ്മൾ കഴിഞ്ഞ കൊല്ലം ഇതേ സമയം നമ്മൾ ബാംഗ്ലൂർ പോയിട്ടുണ്ടായിരുന്നു. അതാണ് എനിക്ക് ഓർമ്മ വന്നത് ഈ തിരക്ക് കണ്ടപ്പം. കാരണം ആദ്യമായിട്ടാണ് ക്രിസ്മസിന് എറണാകുളത്ത്. അപ്പോൾ ബ്രോഡ്വേയിൽ ഈ പ്രാവശ്യം അടിപൊളിയായിട്ട് ഈ ക്രിസ്മസിൻ്റെ ഡെക്ക് ഐറ്റംസ് ഒരുപാട് വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു തിരക്കാട്ടോ സത്യം പറഞ്ഞാൽ. അതെന്തൊരു ഭംഗിയാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് കാണാൻ വേണ്ടിയിട്ട്. അപ്പം അതിൻ്റെ ഒരു തിരക്കാണ്. പിന്നെ നല്ല വില കുറവിലും നമ്മൾ ബ്രോഡ്വേയിൽ കിട്ടും. ആ ഒരു തിരക്കാണ് ഈ കാണുന്നത്. കുറേ നാളെ ഇവിടെ തിരക്ക് തോന്നിയിട്ട് ഇന്നും ഇന്നലെ അല്ല. അപ്പം നാളെ കഴിഞ്ഞ ക്രിസ്മസ് ആയല്ലോ, അതുകൊണ്ടാണ് ഇത്ര തിരക്ക്. പിന്നെ നമ്മളെ വീട്ടിൽ ഏറ്റവും ബ്യൂട്ടിഫുള്ളായിട്ട് ഒരുക്കാൻ ചീപ്പ് റേറ്റിൽ കിട്ടുന്ന പല സാധനങ്ങളും നമ്മൾ ബ്രോഡ്വേയിൽ കിട്ടും. അതുകൊണ്ട് ആൾക്കാർ മുഴുവനും വൈകുന്നേരം കേട്ടോ വന്ന് വാങ്ങുന്നത്. 100 അങ്ങനെ നടന്ന് ഇതാ ബ്രോഡ്വേൻ്റെ ഏറ്റവും സ്പെഷ്യൽ സ്ഥലത്തെത്തിയിട്ടുണ്ട്. മേത്തർ ബസാറിൽ. ഇവിടെയാണ് ഏറ്റവും ചീപ്പ് റേറ്റിൽ നമ്മളെ സാധനങ്ങൾ കിട്ടുന്ന ഒരു ബസാർ. നമ്മൾ ഒരു വട്ടം രാവിലെ വന്നിട്ടുണ്ടായിരുന്നു. രാവിലെയും മനോഹരമാണ്, പക്ഷെ രാത്രി അതിലും മനോഹരമാണ് കേട്ടോ. ഇപ്പോഴാണ് ഇങ്ങനെ തിരക്ക് ഇത്രയും തുടങ്ങിയത്. അന്നൊന്നും ഇത്ര തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. ചില സമയത്ത് തോന്നിയിട്ടുണ്ട് അന്ന് വന്നാൽ മതിയായിരുന്നു, പക്ഷേ അന്ന് വരാൻ പറ്റിയിട്ടില്ല. ഇന്നിപ്പം അടുത്ത ആഴ്ച നൈറ്റാണ്. ക്രിസ്മസിൻ്റെ സമയമൊക്കെ ഞാൻ ഓഫീസിലുണ്ടാവും. അതുകൊണ്ട് രാത്രി കറങ്ങാനും പോകാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇന്ന് പോയത്. ഇന്ന് ഓഫീസ് വിട്ടിട്ട് നേരെ പോയതാണ് കേട്ടോ അങ്ങേക്ക് ബ്രോഡ്വേയിലേക്ക്. നല്ല ബ്ലോക്കൊക്കെ ആയിരുന്നു വരുന്ന വഴിക്ക്. അതുകൊണ്ട് ഒന്നും നോക്കാൻ വന്നില്ല. ഇന്ന് തന്നെ പോകാൻ വിചാരിച്ചു. കണ്ടിട്ട് ഏത് വാങ്ങണം എന്നുള്ള നല്ല കൺഫ്യൂഷനായിരുന്നു. ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനൊരു സ്പേസ് ഉള്ള കാര്യം എനിക്കറിയില്ലായിരുന്നു കേട്ടോ. ഇങ്ങനെ ഒരു 2-3 ഏകദേശം ഇപ്പോൾ എറണാകുളത്ത് വന്ന ശേഷം ഒരു 10 തവണ ബ്രോഡ്വേയിൽ വന്നിട്ടുണ്ടാവും. പക്ഷേ ഇങ്ങനെ ഒരു മേത്തർ ബസാറിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു സെറ്റപ്പ് ഇപ്പം ആക്കിയതായിരിക്കും. പക്ഷേ ബാക്കി കുറേ സാധനങ്ങളും എക്സ്ട്രാ ആയിട്ടുണ്ട് ഇതിൻ്റെ ഉള്ളിൽ. നമ്മൾ ബീഡ്സ്, അങ്ങനത്തെ നമ്മൾ ഫാൻസി ഐറ്റംസ്, നമ്മൾ സ്റ്റിച്ചിങ് ഐറ്റംസ്, അങ്ങനത്തെ കുറേ സംഭവങ്ങൾ എക്സ്ട്രാ ആയിട്ടും മീൻസ് ഓൾറെഡി ഉള്ളതും ഉണ്ട്. അപ്പം അതൊക്കെ ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞത് ഇങ്ങനെയൊരു ഇതിൻ്റെ ഉള്ളിൽ കയറിയപ്പോഴേക്ക്. എന്തൊരു ബ്യൂട്ടിഫുള്ളാണ് അറിയാം. എല്ലാ സാധനങ്ങളും അത്രയും എന്താ പറയുക
ഉണ്ടാക്കി വെച്ചത് കാണുമ്പോൾ നമുക്ക് വാങ്ങാൻ തോന്നും, പക്ഷെ വില കേൾക്കുമ്പോൾ അവിടെ തന്നെ വെച്ച് പോവും. അങ്ങനെയാണ്. വലിയ വിലയൊന്നുമില്ല, പക്ഷെ ഇതുപോലത്തെ ആക്കിയ സാധനങ്ങൾക്ക് അന്ന് നല്ല വിലയുണ്ട്. അതുകൊണ്ട് അന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഈ പ്രാവശ്യം ക്രിസ്മസ് ഇല്ലല്ലോ, അതുകൊണ്ട് ഒരു സെലിബ്രേഷനും വീട്ടിലൊന്നുമില്ല. ജസ്റ്റ് ഓഫീസിൽ സെലിബ്രേറ്റ് ചെയ്യുന്നു. പിന്നെ ജസ്റ്റ് നമ്മളൊന്ന് ഇങ്ങനെ ഒന്ന് കറങ്ങാൻ പോയി, ഒന്ന് നാട്ടിലെ ക്രിസ്മസ് കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ പോയി. പിന്നെ ഈ ബീച്ച്, എന്തൊരു രസമാണ് ഈ ബീച്ച് കാണാൻ വേണ്ടിയിട്ട്. ആ മുന്തിരിക്കൊല പോലത്തെ ബീച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നമ്മളെ വീട്ടിലൊക്കെ ഡെക്കറാക്കാൻ വേണ്ടിയിട്ട് പറ്റിയ സാധനങ്ങളാണ്. ക്രിസ്മസ് ഈവ് ആകുമ്പോൾ കുറച്ച് സ്പെഷ്യലാവും, പക്ഷെ ബാക്കിയുള്ള സമയത്തും ഡെക്കറായിട്ട് ഐറ്റംസ് നമുക്ക് ആക്കാൻ പറ്റും. അത്ര രസമാണ് അത് കാണാൻ വേണ്ടിയിട്ട്. നല്ല തിരക്കുണ്ടായിരുന്നു, കാരണം ഇതൊരു ഗുഡ്സ് പോലത്തെ ഏരിയ കേട്ടോ, ഭയങ്കര നേരോ ഏരിയ ആണ്. അപ്പോൾ അതിലൂടെ ഇങ്ങനെ പമ്മി നടക്കുന്ന അവസ്ഥയാണ്. അത്രയ്ക്ക് മെല്ലെ പോള്, സ്പീഡിലൊന്നും നടന്നു പോകാൻ പറ്റില്ല. ആ ഒരു ഓളത്തിലും ഫ്ലോയിലും അങ്ങ് നടന്നു പോവുക, അത്രയ്ക്ക് തിരക്കാണ്. പക്ഷെ ഒന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ, ജസ്റ്റ് കാണാനായിട്ട് മാത്രം പോയതാണ്. നൈറ്റ് ഇറങ്ങി കഴിയുമ്പോഴേക്ക് ഇതൊക്കെ കഴിയും, അപ്പോൾ ഒന്നും കാണാൻ പറ്റില്ലല്ലോ. ഈ രാത്രിയത്തെ ഇത്രയും മനോഹരമായി ഇത് കാണാൻ പറ്റിയിട്ടില്ലെങ്കിലോ. പിന്നെ അടുത്ത വർഷം ആവണം, അതുകൊണ്ടാണ് ഇത്രയും തിരക്കിനും പോയത്. പക്ഷെ പോയത് നല്ലോണം മുതലായി, നല്ല ഭംഗിയുണ്ടായിരുന്നു. റീൽസിൽ മാത്രമായിരുന്നു കണ്ടത്. റീൽസിൽ കണ്ടപ്പം രാത്രി നേരിട്ട് കാണണമെന്നുണ്ടായിരുന്നു. കണ്ടപ്പോഴേക്കും അയ്യോ അടിപൊളി, അതൊക്കെ ശരിക്കും മഞ്ഞാന്ന് തോന്നിപ്പോകും കേട്ടോ. അത്രയ്ക്ക് ബ്യൂട്ടിഫുള്ളായിട്ടാണ് അവർ ഉണ്ടാക്കിയത് ആ സാധനമൊക്കെ. പിന്നെ ഈ കാണിച്ച സാധനത്തിനൊക്കെ 10 രൂപ 20 രൂപ അത്രയൊക്കെ വിലയുള്ളൂ കേട്ടോ. നമുക്ക് ഒരുപാട് അങ്ങനെ വീട്ടിലേക്ക് ഡെക്കർ ഐറ്റംസ് ആയിട്ട് വാങ്ങാൻ പറ്റും. ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. പിന്നെ ഒരുപാട് സ്റ്റാർസ് എന്നൊക്കെ പറയുന്നത് ഇപ്പം എല്ലാവരും ലൈറ്റിൻ്റെ സ്റ്റാർസ് എല്ലാം ഉപയോഗിക്കുന്നത്, പക്ഷേ ഇപ്പോഴും നമ്മൾ പേപ്പർ സ്റ്റാർസ് ഇതുപോലത്തത് ബ്യൂട്ടിഫുള്ളായിട്ട് അവിടെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മളെ പുൽക്കൂടിലെ എല്ലാ ആൾക്കാരും ഇവിടെ ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് സ്റ്റാർസിൻ്റെ ഒരു വലിയ ഏരിയ തന്നെ ഉണ്ടായിരുന്നു. അത് അവർ ചെയ്ത ആ കളർ കോമ്പിനേഷന് തന്നെ ലൈറ്റ് കൊടുക്കണം കേട്ടോ, അപ്പോഴാണ് ആ സ്റ്റാറിനൊക്കെ ഒരു ഭംഗി ഉണ്ടാകുന്നത്. നമ്മുടെ വീട്ടിലൊക്കെ ഇങ്ങനത്തെ ആ ലൈറ്റ് കത്തുന്ന സ്റ്റാറാണ് കേട്ടോ, അതാകുമ്പോൾ എപ്പോഴും ഉപയോഗിക്കാമെന്ന് പറഞ്ഞിട്ട്. പണ്ടൊക്കെ നമ്മളെ നോർമൽ സ്റ്റാറായിരുന്നു ഈ പേപ്പർ സ്റ്റാർ, പക്ഷെ ഇപ്പം മാറി നമ്മൾ ലൈറ്റ് കത്തുന്ന സ്റ്റാർ ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം നടന്ന് എവിടെയോ എത്തിയിട്ടുണ്ട്, ഏതൊക്കെയോ വഴിയിൽ എങ്ങനെയായാലും പുറത്തെത്തും. കാരണം ഇത് അങ്ങനെയാണല്ലോ, ഇറങ്ങി കയറി കഴിഞ്ഞാൽ പിന്നെ പുറത്തെത്താൻ ഏതെങ്കിലും ഒരു വഴി ഉണ്ടാവുമല്ലോ. അപ്പോൾ ഈ സാധനം കണ്ടപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നമ്മളൊരു കുഞ്ഞി ക്രിസ്മസ് ട്രീ പോലെയൊക്കെ ഉണ്ട് കേട്ടോ, പക്ഷെ പൈസ വെച്ചപ്പം 50 രൂപ. സത്യം പറഞ്ഞാൽ അതിന് 20 രൂപേൻ്റെ ഒരു വിലയുള്ള സാധനമേ ഉള്ളൂ. 50 രൂപക്കും കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മറ്റേ ഇതില്ലേ സ്ട്രിപ്പിന് ഒരു 20 രൂപേൻ്റെ, 1 മീറ്ററിന് 20 രൂപയോ അങ്ങനത്തെ എത്രയേ ഉണ്ടാവുള്ളൂ ലെങ്ത്തിന്. അപ്പോൾ അതിന് 50 രൂപ, അതുകൊണ്ട് അത് വാങ്ങിച്ചില്ല. പിന്നെ ഇത് ഒരു പച്ചപ്പ് നിറഞ്ഞൊരു സ്ഥലം, നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ജസ്റ്റ് കണ്ടപ്പോൾ അതിൻ്റെ ഉള്ളിൽ കയറി അങ്ങ് നിന്നതാണ്. പിന്നെ ഫുൾ ലൈറ്റ്സ് തന്നെ. പിന്നെ ബ്രോഡ്വേ എന്ന് പറഞ്ഞാൽ ഒരു പല ലൈറ്റ്സിൻ്റെ ഷോറൂംസൊക്കെ ഉണ്ട്. അത് അങ്ങ് വരെ ഫുൾ ലൈറ്റ്സും കത്തിച്ച് അവർ വെച്ചിട്ടുണ്ടായിരുന്നു. നടന്നു പോകുന്ന വഴിക്ക് മുഴുവൻ ഇത് മാത്രമേ കാണുന്നുണ്ടായിരുന്നുള്ളൂ. അത്രയും ബ്രോഡ്വേ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ചിലപ്പോൾ ഇത് മുകളിൽ നിന്ന് എടുത്തിട്ടുണ്ടെങ്കിൽ നല്ല രസം ഉണ്ടാവുമായിരുന്നു ബ്രോഡ്വേ തന്നെ കാണാൻ വേണ്ടിയിട്ട്. അപ്പം തിരക്ക് കുറയുന്നില്ല, കൂടിക്കൊണ്ടിരിക്കുക. ഇപ്പം ഒരു 7:30 ആയിട്ടേ ഉള്ളൂ, എന്നിട്ടും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് വണ്ടി വരുന്നതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. ഈ കാറും ഇതുപോലത്തെ ബൈക്കൊക്കെ വരുമ്പോൾ നടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആ ഒരു പ്രശ്നം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ബാക്കി തിരക്കൊക്കെ ഉണ്ടാവും, നടന്നു പോകുന്ന തിരക്കൊക്കെ അങ്ങ് പോയിക്കോളും. പക്ഷെ വണ്ടിയും കൂടെ വരുമ്പോൾ നമുക്ക് നല്ല ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ നടന്ന് ഏകദേശം പുറത്തെത്താനായി. അപ്പോഴാണ് ഒരു വലിയ ട്രീ കണ്ടത്, നല്ല മഞ്ഞിൽ പൊതിഞ്ഞൊരു ട്രീ. ശരിക്കും മഞ്ഞ് പോലെ ഉണ്ടായിരുന്നു, നല്ല രസമുണ്ട് കാണാൻ. പക്ഷേ ഇതിന് നല്ല റേറ്റ് ആയിരിക്കും. അതുകൊണ്ട് റേറ്റ് ഒന്നും ചോദിക്കാനൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്ത് അങ്ങനെ നേരെ മെട്രോയിലേക്കാണ് പോയത്. ബസ്സിന് പോകണ്ടെന്ന് പറഞ്ഞാൽ ഗേഡിനോട്. ബസ്സിനും കൂടെ പോയിട്ടുണ്ടെങ്കിൽ നല്ല ടയേർഡായിരിക്കും, അതുകൊണ്ട് മെട്രോന് പോയി സുഖമായിട്ട് വൈറ്റിൽ ഇറങ്ങാൻ പറ്റും. അങ്ങനെ നമ്മൾ മെട്രോന് കയറി വൈറ്റിലെത്തി. അപ്പോൾ ഒരു കുഞ്ഞു വീഡിയോ എടുത്തതാണ്, നല്ല അടിപൊളി വീഡിയോ ആയിരുന്നു. അപ്പം ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അതിലേക്ക് മിസ്റ്റർ ദാൻ ബൈ ഫ്രം ആതിര അഖിൽ. ബൈ.